السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും പ്രിയമുള്ള നേതാക്കൾ, സഹപ്രവർത്തകർ, ഇതിലുള്ള ഓരോരുത്തരും ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ്. ധാരണയിൽ ആദ്യം എന്നോട് പിന്നെ നിങ്ങളോടുമായി ചിലത് ഓർത്തട്ടെ. ബഹുമാനപ്പെട്ട സമസ്തയുടെ 100-ാം വർഷം ഒരു വെളിപ്പാടകനെ എത്തി നിൽക്കുന്നു. പ്രശ്നകലുഷിതമായ ഈ സാഹചര്യത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ വളരെ ശ്രദ്ധയോടെയാണ് കാര്യങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. പരമാവധി ക്ഷമിച്ചും സഹിച്ചും അവരീ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ നാമും എല്ലാ രീതിയിലും അവർക്ക് പിന്തുണയും പ്രാർത്ഥനയും നൽകിക്കൂടെ. നാം എന്ത് ചെയ്യുന്നു? നമുക്ക് അമാനത്തായി ലഭിച്ച ഈ അധികാരം എങ്ങനെയാണ് നാം കൈകാര്യം ചെയ്യുന്നത്? നാളെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടതാണ് എന്ന ചിന്ത നമുക്കുണ്ടോ? പ്രിയരെ, ഇതിന്റെ തലപ്പത്തിരിക്കുന്ന നാം പൊതുജനങ്ങളോടും നാം സമീപിക്കുന്ന രീതി ഞാനും നിങ്ങളും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ആലിമീങ്ങളിൽ നിന്ന് നാം കണ്ടതും പഠിച്ചതും സമസ്തയുടെ നിലനിൽപ്പിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നും അവർ ജനങ്ങളോട് കാണിക്കുന്ന വിനയം എന്നതാണ്. അധികാരത്തിന്റെ അഹങ്കാരം, നാട്യം, ഇതൊന്നും തൊട്ടു തീണ്ടാതെ ജനങ്ങളിലൂടെ നടന്നു നീങ്ങുന്ന അവരുടെ ജീവിതമായിരിക്കണം നമ്മുടെ പാഠപുസ്തകം. എത്ര വലിയ അധികാരത്തിൽ നാം എത്തിയാലും സ്വന്തം കൂട്ടത്തിലുള്ള നാട്ടുകാരുടെ കൈപിടിക്കാതെ, ഒന്ന് കുശലം പറയാതെ, ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് ചിരിക്കാതെ ഞാനും നിങ്ങളും നടന്നാൽ നാം കാരണം ബഹുമാനപ്പെട്ട സമസ്തയുടെ പേര് ചീത്തയാവും. അങ്ങനെ വന്നാൽ നാളെ സമസ്തയെ ഇകഴ്ത്തിയതിന്റെ പേരിൽ റബ്ബ് നമ്മെ അനുഭവിച്ചിട്ടേ ഇവിടെ നിന്ന് മടക്കി വിളിക്കൂ എന്ന ബോധം നമുക്കുണ്ടാവണം. സമസ്തയുടെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കിട്ടിയ അവസരം നല്ല നിലയിൽ ഉപയോഗിക്കുക. കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്കായി വഴിമാറി കൊടുക്കുക. നമ്മുടെ ഇരുത്തത്തിലും നടത്തത്തിലും സംസാരത്തിലും വിനയം പരമാവധി ശ്രദ്ധിക്കുക. ഏറ്റവും ചുരുങ്ങിയത് പ്രവർത്തകർക്കിടയിലെങ്കിലും അല്ലാഹു തുണക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.